हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम्. ഇന്നും 60-ഉം 61-ഉം. ഭഗവാൻ ഭഗഹാനന്ദേ വനമാലി ഹലായുധ ആദിത്യോർജ്യോതിരാദിത്യ സഹിഷ്ണുർഗതി സത്തമാ സുധന്വാഖണ്ഡപരശുർ ദാരുണോ ദ്രവിണപ്രദാ ദിവാസ്പൃക് സർവദൃക് വ്യാസോ വാചസ്പതി അയോനിജ. ഇന്നത്തെ നാമം ആദ്യത്തെ 566 ഗതിസത്തമ. പ്രാപ്യസ്ഥാനവും സത്തുക്കളിൽ ശ്രേഷ്ഠനുമായവൻ അർത്ഥം. പ്രാപ്യസ്ഥാനം ആണ്, സത്തുക്കൾക്ക് ശ്രേഷ്ഠനായവനുമാണ്. അതാണ് ഗതി സത്തമ. അപ്പോൾ ഗതി എന്ന നാമത്തിന് പാന്താവ് അല്ലെങ്കിൽ വഴി എന്നും പ്രാപ്യസ്ഥാനം എന്നും അർത്ഥമുണ്ട്. വേ ആൻഡ് ദി ഗോൾ, മാർഗവും ലക്ഷ്യവും രണ്ടും ഗതി എന്നുള്ള വാക്കിന് അർത്ഥമുണ്ട്. അതുകൊണ്ട് വിഷ്ണു ഭജനം അല്ലെങ്കിൽ ഈശ്വര ഭജനം, ഈശ്വര സ്മരണ എന്നൊക്കെ പറയുന്നത് തന്നെയാണ് മോക്ഷപ്രാപ്തിക്ക് ഉത്തമമായിട്ടുള്ള മാർഗം എന്ന് ഈ നാമം വളരെയധികം നമുക്ക് വെളിപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് കലികാലത്ത് ഭഗവത് സ്മരണ തന്നെയാണ് മോക്ഷത്തിനുള്ള മാർഗവും ആ ലക്ഷ്യവും. മോക്ഷലക്ഷ്യവും അതുതന്നെയാണ്. മോക്ഷസാധന സാമഗ്രി ഭക്തിയേവ ഗിരീയസി എന്നാണ് ശങ്കരൻ പറഞ്ഞിരിക്കുന്നത്. ഭക്തിയേവ ഗിരീയസി. മോക്ഷസാധകത്തിന് വേണ്ടിയിട്ടുള്ള സാമഗ്രി, റോ മെറ്റീരിയൽ ഭക്തിയേവ ഗിരീയസി, ഭക്തി തന്നെയാണ്. ഭക്തി അലോൺ ഇസ് ദ പാത്ത് ആൻഡ് ഇറ്റ് സെൽഫ് ഈസ് എ ഗോൾ ഓഫ് മോക്ഷ. അപ്പോൾ ഈശ്വര സ്മരണ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടി വരില്ല, പറയണത് നല്ലതുമാണ്. അപ്പോഴെങ്കിലും ഒരു സ്മരണ ഉണ്ടാവുമല്ലോ. അപ്പോൾ സദാസമയത്ത് നമുക്ക് ഈശ്വര സ്മരണ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞത് 24 മണിക്കൂറും ഭജന ഇരിക്കണം എന്നല്ല, ജിഞ്ചറയും കുഞ്ചിഞ്ചിയും കൊട്ടിയിട്ട് രാമരാമ കൃഷ്ണ കൃഷ്ണ എന്ന് ചൊല്ലിയിരിക്കണം എന്നല്ല ഉദ്ദേശിച്ചതിൻ്റെ കാരണം. എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും പ്രാരബ്ധ കർമ്മങ്ങൾ ചെയ്യേണ്ടവരാണ് നമ്മൾ സന്യാസിവര്യന്മാരൊന്നുമല്ല സദാസമയത്തും ധ്യാനത്തിലിരിക്കാൻ. നമുക്ക് നമ്മുടേതായിട്ടുള്ള നിക്ഷിപ്തമായിട്ടുള്ള ഒഫീഷ്യൽ ഡ്യൂട്ടീസ് ഉണ്ട്. ഇതൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതർവൈസ് യു നോട്ട് എ സ്മാർട്ട് ഫെലോ. ഇതെല്ലാം ചെയ്യേണ്ടതാണ്, കൃത്യമായിട്ട് ചെയ്യണം. എന്ത് ചുറ്റുപാടാണോ നമ്മളുടെ മുമ്പിൽ വന്നിരിക്കണം അതിനെ അതിജീവിക്കുക വേണം. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഒളിച്ചോടാനൊന്നും പറ്റില്ല. പക്ഷേ നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ സദാസമയത്തും
ഒരു ഈശ്വര സ്മരണ ബാക്ക്ഗ്രൗണ്ടിലിരിക്കട്ടെ, എന്തായാലും വിഷമം, എന്താ പോയാലും ഒരു വിഷമം. ബാക്കിലൊരു ശ്രുതി പാടാൻ വല്ല വിഷമമുണ്ടോ? ഒരു വിഷമമില്ല, നമുക്ക് വേണ്ട വെച്ചിട്ടാ. അതെന്തിനാ? അല്ലെങ്കിൽ അത് മറക്കുക, ഇതൊക്കെയാണ് വെച്ചാൽ സ്മരിക്കാൻ മറക്കുക. സ്മരണ എന്നുള്ള വാക്ക് തന്നെ ഓർമ്മ വയ്ക്കാണ്. ഓർമ്മ വയ്ക്കാൻ മറന്നാലോ? അല്ലേ, ഒരു വിരോധാഭാസം അത്. എന്താ ഇത് തന്നെ ഓർക്കാഞ്ഞടോ? ഒന്നും പറയണ്ട, അത് മറന്നു. ഓർക്കാഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ മറക്കഞ്ഞല്ലേ. അപ്പോൾ സ്മരണ എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടാവില്ലാണ്. അപ്പോൾ സദാസമയത്തും ഭഗവാനെ ഭജിക്കണം എന്നുള്ള ഓർമ്മ നമുക്ക് വേണം. എന്ത് കർമ്മം നിങ്ങൾ ചെയ്യുകയാണെങ്കിലും, പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ആയാലും ശരി, സർക്കാർ ഓഫീസിലെ സ്വീപ്പറായാലും ശരി, ക്യാൻറ്റീൻ കോൺട്രാക്ടർ ആണെങ്കിലും ശരി, ആരായാലും ശരി, ഏത് തസ്തികയിൽ എവിടെ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ശരി, സദാസമയത്തും കാലത്ത് മുതൽ വൈകുന്നേരം വരെ കർമ്മത്തിൽ ഏർപ്പെടുന്ന സദാസമയത്തും, കർമ്മത്തിലേർപ്പെടാത്തൊരു സമയം നമ്മളില്ലല്ലോ. നഹി കശ്ചിത് ക്ഷണമപി ജാതുതിഷ്ഠത്യ കർമ്മകൾ. കർമ്മം ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ കർമ്മം ചെയ്യുന്ന സദാസമയത്തും നമ്മൾ ഭഗവാനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. ഭജന എന്നൊക്കെ പറഞ്ഞാൽ ആ ഭജനത്തിൽ അർത്ഥം എടുക്കരുത്. അവിടേക്കാണ് ബുദ്ധിമുട്ടായി പോകുന്നത്. ചില ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഭജിക്കാനിരിക്കും, വീട്ടുകാര്യങ്ങളൊന്നും നോക്കില്ല. പച്ചക്കറി ഉണ്ടോ, കായ്കറി ഉണ്ടോ, ഉപ്പുണ്ടോ, മുളകുണ്ടോ, പൈസ വരുന്നുണ്ടോ, ശമ്പളം കിട്ടിയിട്ടുള്ള പൈസ ശരിക്കും വരുന്നുണ്ടോ ഇല്ലേ, ഇതൊന്നും നോക്കില്ലേ. ഇതൊന്നും അതൊക്കെ ഭഗവാൻ അങ്ങോട്ട് കൊണ്ടുവന്നോളും. പറഞ്ഞിട്ടില്ലേ, അനന്യശ്ചിന്ത എന്തോമം ഏ ജനാം പരിവാസതെന്ന്. ഞാൻ അങ്ങനെ വചിക്കാതിരിക്കുക. അതൊക്കെ റോങ് തിങ്കിങ്, തെറ്റായിട്ടുള്ള ധാരണകളാണ്, തെറ്റി ധരിക്കുന്നവയാണ് അതൊക്കെ. ഒന്നുമല്ല. സ്മരണ എന്ന് പറഞ്ഞാൽ സ്മരിക്കുക തന്നെ സദാസമയത്തും. എന്ത് കർമ്മം ചെയ്താലും, കൈകൊണ്ടും കാലുകൊണ്ടും വാക്കുകൊണ്ടൊക്കെ കർമ്മം ചെയ്തോ, ബാക്ക്ഗ്രൗണ്ടിൽ മനസ്സുകൊണ്ട് ഇങ്ങനെ നാരായണ 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 കൃഷ്ണ ഗുരുവായൂരപ്പ ഗോവിന്ദ അമ്മേ ദേവി ശിവ ആരെ വേണമെങ്കിൽ ഭജിക്കാം. സ്റ്റാർട്ട് ദ ഡേ വിത്ത് ഗോഡ്, ലിവ് ദ ഡേ വിത്ത് ഗോഡ്, എൻഡ് ദ ഡേ വിത്ത് ഗോഡ്. ദാറ്റ് ഈസ് എ വേ ടു ഗോഡ്. ആണ്. ഇപ്പോൾ മഹാവിഷ്ണു പരബ്രഹ്മസ്വരൂപമായതിനാൽ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ എത്തുന്നതിനാണ്, അതാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം പരമപദം. എവിടെ എൻ്റെ ലക്ഷ്യം? ഭഗവാന്റെ പാതാരവിന്ദങ്ങളാണ് എൻ്റെ ലക്ഷ്യം. ഭക്തനാണെങ്കിൽ. ഭക്തനല്ല എന്നുണ്ടെങ്കിൽ വേറെ പലതും പറയും. എന്താ ലക്ഷ്യം? എനിക്ക് അങ്ങോട്ട് കയ്യിലിരിക്കണം ചക്രം ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ചിലവർ പറയും അത് വേണ്ട, അത് ഡേഞ്ചറസാണ്, ഹൈ വോൾട്ടേജ് അത്. ആ ഗത ഒന്ന് കിട്ടുമെന്നോ തൽക്കാലം, ഇന്ന് ആൾക്കാരെ ഒന്ന് പേടിപ്പിക്കാൻ, അങ്ങനെ പറയുന്നവരുണ്ട്. ചിലവർ പറയും ഭഗവാൻ എനിക്ക് ഞാൻ മിസ്സസ് വിഷ്ണുവിനോട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പൊക്കോളാം, എനിക്ക് അവർ കിട്ടുള്ളത് അവിടുന്ന്. ലക്ഷ്മിയെ വചിക്കുന്നവർ മാത്രം ഭഗവാനെ വേണ്ട, ആ റൂട്ട് മിസ്സസ് ആയിക്കോ. അപ്പോൾ ഭഗവാന്റെ സ്വാധീനത്തിലുള്ള വസ്തുക്കൾ ഏതെങ്കിലും കിട്ടിയാൽ മതി, ഭഗവാനെ വേണ്ട. അങ്ങനെ വചിക്കുന്നവരുണ്ട്. കൗസ്തുഭം കമലഭൂമി പന്നകം നിസ്തുലായുധമഹം മഹാഗകം അസ്തു സർവം ഇവനൊട്ടുമിത്തരം വസ്തുവെണ്ടൊടുവിൽ മുക്തി പോരുമേ. ഇതൊന്നും വേണ്ട ഭഗവാൻ എനിക്ക്. അങ്ങയുടെ കയ്യിലില്ലാത്ത എന്താണുള്ളത്? ലോകം മുഴുവൻ ഭഗവാന്റെ കയ്യിലാണ്. കൗസ്തുഭം വിലപിടിച്ച സാധനങ്ങൾ കയ്യിലുണ്ട്. ഭൂമി, പന്നകം, എല്ലാ വെറൈറ്റി ഓഫ് സ്നേക്സ്, അല്ലേ? ഒരു സൂ നടത്താം, സ്നേക്ക് പാർക്കൊക്കെ നടത്താം. അതൊക്കെ പിടിച്ചോണ്ടെന്നാൽ അതൊന്നും എനിക്ക് വേണ്ട. കൗസ്തുഭം കമലഭൂമി പന്നകം നിസ്തുലായുധമഹം മഹാഗകം. അങ്ങയുടെ കയ്യിലുള്ള ഒരായുധം എനിക്ക് വേണ്ട. ദി എൻറ്റയർ സ്പേസ് ബിലോങ്സ് ടു യു. അതും എനിക്ക് വേണ്ട. എനിക്ക് സ്പേസ് കിങ്ങൊന്നും ആവണ്ട. വസ്തു സർവം ഇവനൊട്ടും ഇത്തരം വസ്തു വേണ്ട, ഒടുവിൽ മുക്തി പോരുമേ. ഭഗവാനെ എനിക്ക് ഇതിൽ നിന്ന്, ഈ യന്ത്രവിഞ്ഞാലിൽ നിന്ന്, ഈ ചളിക്കുണ്ടിൽ നിന്ന് ഒന്ന് മുക്തി. ദാറ്റ്സ് ഓൾ. അതിനെന്താ വഴി?
മോക്ഷസാധക സാമഗ്രി ഭക്തിയേവ ഗിരീയസി. മീനിങ് ഓൾവേസ് റിമെമ്പറൻസ് ഓഫ് ദ ലോഡ്, ഈശ്വര സ്മരണ. അപ്പോൾ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലാണ് നമ്മുടെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ അവിടെ എത്തിപ്പെടാൻ, അവിടെ എത്തണമെന്നുള്ളൊരു വെമ്പൽ മനസ്സിൽ വേണം. ഒരു എന്താ പറയുക, വ്യഗ്രത. യെസ്, ഒരു ഫോർട്ടിറ്റ്യൂഡ്, ഒരു അഗ്രസീവ്നെസ്. അവിടെ എത്തിയിട്ടേ ഞാൻ നിൽക്കുള്ളൂ, ഞാൻ തന്നെയായാലും ശരി എന്നുള്ളൊരു വ്യഗ്രത നമ്മളുടെ മനസ്സിൽ വേണം. ആ വ്യഗ്രത നമ്മളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പാതാരവിന്ദങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് അനിഷ്ടമായിട്ട് നിൽക്കുന്ന, വിപരീതമായിട്ട് നിൽക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. ചില ലഗേജൊക്കെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. അതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. രണ്ടും കൂടി, ഒന്നുകിൽ ലഗേജ് കൊണ്ടുപോകോ അല്ലെങ്കിൽ തനിക്ക് പോവാം. രണ്ടും കൂടി പറ്റില്ല. പാതാരവിന്ദങ്ങളിലേക്ക് എത്തണമെങ്കിൽ യു കം എംപ്റ്റി ഹാൻഡഡ്. ഇതൊക്കെ ഡ്രോപ്പ് ചെയ്യണം നമ്മുടെ. അല്ലാണ്ട് അട്ടത്തിരിക്കേണ്ടത് കിട്ടും വേണം, കക്ഷത്തുള്ളത് കളയാനും വയ്യ എന്ന് പറഞ്ഞാൽ പറ്റില്ല. അട്ടത്തുള്ളത് പിടിക്കാൻ കൈ നോക്കിയാൽ കക്ഷത്തുള്ളത് താഴ്ത്തു പോയി. നാച്ചുറലി. പക്ഷേ ഈ ത്യാഗം, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാരീരിക ത്യാഗമല്ല. അവിടെയാണ് പിന്നെയും നമുക്ക് തെറ്റുപറ്റേണ്ടത്. അയ്യോ ഇതൊക്കെ എങ്ങനെയാണ് വേണ്ടാച്ചിട്ട് അങ്ങോട്ട് പോവുക. ഇതൊന്നും വേണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല ആരും. വേണ്ടാക്കുക എന്ന് പറയണത് എന്താണെന്ന് മനസ്സിലാക്കണം. മാനസികമായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് വേണ്ടാക്കിയത്. ഇതിനോടുള്ളൊരു ഒരു ഭ്രമം ഉണ്ടല്ലോ, ഭൗതിക വസ്തുക്കളോടുള്ളൊരു അമിതമായിട്ടുള്ളൊരു ഭ്രമം. കാമിനി ആൻഡ് കാഞ്ചന, ഇത് രണ്ടിനോടുള്ള ഭ്രമം. അത് രണ്ടിൻ്റെ ആവശ്യകതയല്ല. അത് രണ്ടും വേണ്ടെന്ന് പറയണില്ല. കാഞ്ചനത്തിനെയും കളയണ്ട, കാമിനിയും കളയണ്ട, രണ്ടും വേണ്ട. അത് രണ്ടും മനുഷ്യന് ആവശ്യം തന്നെയാണ്. സംസാരികൾക്ക് വളരെ അത്യാവശ്യം, അതൊക്കെ വളരെ ആവശ്യം. അതൊക്കെ കളഞ്ഞാൽ വിഡ്ഢിത്തരാണ്. കയ്യിലിരിക്കണ കാഞ്ചനയും കാമിനിയൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് വെറുതെ സന്യാസം സ്വീകരിക്കാൻ പോകണ്ട. ഭക്ഷണം അടക്കമുള്ളൂ. നിങ്ങൾ മാത്രമല്ല, അങ്ങോട്ട് കുടുംബം സൂക്ഷിക്കുക. ഇതൊക്കെ കയ്യിൽ വയ്ക്കുക. അതൊക്കെ ഇരുന്നോട്ടെ. മൂഢജഹീഹി ധനാഗമ തൃഷ്ണ. നോക്കൂ ശങ്കരൻ എത്ര ക്ലിയറായിട്ട് പറഞ്ഞു. എന്താ കളയേണ്ടത്? തൃഷ്ണ. ധനമല്ല കളയേണ്ടത്. മൂഢ, ഓ മൈ ഡിയർ ഫൂളിഷ് ഫെലോ, മൂഢ ജഹീഹി, ത്യജിക്ക്, കളയ, സറണ്ടർ, ലീവ് ഇറ്റ് ഓഫ്, കാസ്റ്റ് ഓഫ്. എന്ത്? ധനാഗമ തൃഷ്ണ, നോട്ട് ധനം. ധനമല്ല കളയേണ്ടത്. ധനം കളഞ്ഞിട്ട് കാര്യമില്ല. ധന ആഗമ തൃഷ്ണ. ആ ധനം വരാനുള്ളൊരു തേഴ്സ്റ്റ് ഉണ്ടല്ലോ, ദാറ്റ് യു അവോയ്ഡ്. ഇറ്റ് വിൽ കം ഇഫ് ഇറ്റ് ഈസ് ഡ്യൂ ടു യു. എനിക്ക് കിട്ടാനുള്ളതാണ് എനിക്ക് വരരുത്. എന്തിനാ പേടിക്കണം? മഞ്ഞിലാക്കൂനു മാത്രയെങ്കിലും വന്നിടും വിധി വഴിക്കു തങ്ങുമോ. വരാനുള്ളതാണെങ്കിൽ നമുക്ക് വരും. ആരെ തടുക്കണം? എന്തിനാ ഈ വെപ്രാളടിക്കണം ആവശ്യമില്ലാത്ത? അവിടെ ട്രാഫിക് ജാമൊന്നും ഉണ്ടാവില്ല. നമുക്ക് വരാനുള്ളതാണെങ്കിൽ അവിടുന്ന് പാർസൽ അയച്ചിട്ടുണ്ടെങ്കിൽ ആ കൊറിയർ ഇവിടെ കിട്ടും. ഇതല്ലാണ്ട് അവിടുന്ന് ബുക്ക് ചെയ്താൽ തുടങ്ങുമ്പോഴന്ന് ട്രാക്ക് ചെയ്യാൻ എവിടെ എത്തി, ഇതെവിടെ എത്തി, അതെവിടെ എത്തി, അവിടെ എന്താ പ്രശ്നം, ഇവിടെ എന്താ പ്രശ്നം, ഒന്നും വേണ്ട. അത് ആ സമയത്തോടെ എത്തി വരും. നമ്മളുടെ ലോജിസ്റ്റിക്സ് അല്ല ഭഗവാന്റെ ലോജിസ്റ്റിക്സ്. അത് മനസ്സിലാക്കൂ. നമ്മളുടെ ലോജിസ്റ്റിക്സ് ആയിട്ട് ഭഗവാന്റെ ലോജിസ്റ്റിക്സ് തരം താഴ്ത്തരുത്. അത് ട്രബിൾ ഫ്രീ റൂട്ടാണ് ഭഗവാന്റെ. നിങ്ങളുടെ എത്തണം എന്നുള്ളൊരു അഡ്രസ്സ് അതിൻ്റെ മുകളിൽ എഴുതി വിട്ടിട്ട് ഇങ്ങോട്ട് എത്തും. അപ്പം എന്താ നമ്മൾ കളയേണ്ടത്? മൂഢ ജഹീഹി ധന ആഗമ തൃഷ്ണ. കുരു സദ്ബുദ്ധി മനസ്സി വിതൃഷ്ണ. അങ്ങനെ മനസ്സിനെ എൻ്റർടൈൻ ചെയ്യൂ, മനസ്സിനെ അങ്ങനെ പഠിപ്പിക്കൂ. ട്രെയിൻ യുവർ മൈൻഡ് ഇൻ ദാറ്റ് മാനർ. അപ്പോൾ ഈ ത്യാഗം എന്ന് പറയുന്നത് ഫിസിക്കൽ അവോയ്ഡിങ് അല്ല, റണ്ണിങ് അവേ അല്ല, ഓട്ടിപ്പോക്കല്ല. ഒക്കെ തയ്ക്കാൻ പോവുക, ഫാമിലി തയ്ക്കാൻ പോവുകയാണ്, എല്ലാം തയ്ക്കാൻ പോവുക, ഭാര്യ വേണ്ട, കുട്ടികൾ വേണ്ട, ഒന്നും വേണ്ട.
ഞാൻ എന്താ പോകും, പൊക്കോ, എത്ര ദിവസം പോവും, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓടി ഒരു ലക്ഷ്മി കുട്ടിയേ ഞാൻ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പം എന്താ ഇങ്ങോട്ട് പോകുന്നത് കുട്ടികളുടെ അച്ഛൻ ഇത്ര പെട്ടെന്ന്? അവിടെ ഒരു സുഖമില്ല. അതെയാ, ആ ഇത്രയേ ഉള്ളൂ നമ്മുടെ സന്യാസം. അപ്പോൾ ഈ ത്യാഗം എന്ന് പറയുന്നത് മാനസിക അവസ്ഥയാണ്, അല്ലാണ്ട് ശാരീരികമായിട്ടുള്ളൊരു ക്രിയേഷൻ, ഒരു ആക്റ്റ് അല്ല, ഒരു കർമ്മമല്ല. ഡിറ്റാച്ച്മെൻറ്റ് ഇൻ ആറ്റിറ്റ്യൂഡ്. ഒന്നും കയ്യിൽ നിന്ന് കൊടുക്കാതെ എല്ലാം കളയണം, അതാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? ഒന്നും കൊടുത്തു പോകരുത്, ഒന്നും കളയരുത്, അല്ല ഒന്നും കൊടുത്തു പോകരുത്, എല്ലാം കളയും വേണം. മീനിങ് നമ്മൾക്ക് ലെജിറ്റിമേറ്റായിട്ട് കിട്ടിയിട്ടുള്ള, ഭഗവാൻ അനുഗ്രഹിച്ച് തന്നിട്ടുള്ള, ധാർമ്മികമായിട്ടുള്ള കിട്ടിയിട്ടുള്ളത് ഒന്നും തന്നെ ത്യജിക്കരുത്. നെവർ ഗിവ് അപ്പ് എനിത്തിങ്, ബട്ട് ഗിവ് അവേ എവരിതിങ്. ഗിവ് അവേ ദ തേഴ്സ്റ്റ് ഫോർ എവരിതിങ്. എല്ലാം കളയാം. ഗിവിങ് അപ്പ് വിത്തൗട്ട് ഗിവിങ് അവേ ആണ് ഡിറ്റാച്ച്മെൻറ്റിൻ്റെ തിയറി. ഗിവ് അപ്പ് വിത്തൗട്ട് ഗിവിങ് അവേ. ഡോണ്ട് ഗിവ് അവേ. ഒന്നും കൊടുക്കരുത്, ഒന്നും കൊടുക്കരുത്, എല്ലാം നമുക്ക് അനുഭവിക്കാനുള്ളതാണ് ഭഗവാൻ തന്നിരിക്കുന്നത്. നെവർ ഗിവ് എനിത്തിങ് എക്സെപ്റ്റ് ചാരിറ്റി. അത് വേറെ ഇഷ്യൂ. ഒന്നും കൊടുക്കരുത് പറഞ്ഞാൽ അങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക എന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ ഒന്നും കൊടുക്കാതെ എല്ലാം കളയാം. മനസ്സിലായില്ല? നമുക്ക് നമ്മുടെ ഡിറ്റാച്ച്മെൻറ്റ് നമ്മളുടെ കയ്യിലുള്ള സാധനത്തിനോട്, ഇല്ലെങ്കിൽ എൻ്റെ സാധനത്തിനോടുള്ള ഡിറ്റാച്ച്മെൻറ്റ് മൂത്ത് 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 എവിടെ എത്തിയറിയോ ഇപ്പം ലോകം? എൻ്റെ അല്ലാത്ത സാധനത്തിനോടും എനിക്ക് അറ്റാച്ച്മെൻ്റ് ആയി തുടങ്ങി. പോരെ, എൻ്റെ അല്ലാണ്ട്, എന്നാലും എനിക്ക് അതിനോടൊരു ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. ഒരു വിദ്വാൻ ഒരിക്കൽ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് ഇങ്ങോട്ട്, സാധാരണ ഉച്ചയ്ക്കൊന്നും വരാറില്ല, വൈകുന്നേരം വരാറുള്ളൂ. കടയിൽ പോയാൽ കച്ചവടം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ബിസിനസ് കഴിഞ്ഞ് വൈകുന്നേരം അയാളെ മടങ്ങുള്ളൂ. ഈ വിദ്വാൻ ഒരു ദിവസം ഉച്ചയ്ക്ക് ഇങ്ങനെ ഓടിപ്പിടിച്ച് പ്രാന്ത് പിടിച്ചതിനെ പോലെ ഓടി വന്നിട്ട് എന്തൊക്കെയോ പിച്ചും പേയൊക്കെ പറഞ്ഞ് ഭാര്യ ആകെ പേടിച്ചു. എന്താ നിങ്ങൾക്ക് പറ്റിയപ്പോൾ? ഒന്നും പറയണ്ട എൻ്റെ കാത്തേനി, ഉള്ള കാര്യം ഞാൻ പറയാലോ. ആകെ 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 പോയി, എല്ലാം പോയി, ഇതേവരെ പണിയെടുത്തൊക്കെ പോയി, ഒന്നുമില്ല. അപ്പോൾ ഇയാൾ കുഴപ്പമില്ല, ഒരുവിധം പൈസയൊക്കെ ഉണ്ട്, കച്ചവടമൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്, ധാരാളം ഉണ്ട്, ചിലവിനുണ്ട്, ആവശ്യത്തിന് കഴിയാൻ 2 ജനറേഷനിലുള്ള പൈസയുണ്ട്. ഈ അങ്ങോട്ട് പറയുന്നത് ഇതൊക്കെ പോയി, ഇനി ഒന്നുമില്ല. അപ്പോൾ കാർത്യാനിയമ്മ ചോദിച്ചു, എന്താ മനുഷ്യ നിങ്ങൾക്ക് പറ്റിയേ? ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നും പറയണ്ട എൻ്റെ കാർത്യാനിയ, ഒക്കെ പോയി എന്നല്ലേ പറയും. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, സംഭാരം കുടിക്കുക, ഇതാ സംഭാരം കുടിക്കുക, ഒന്ന് തണുക്കട്ടെ എന്നിട്ട് ഇരിക്കും. എന്തൊരു മനുഷ്യനത്! സംഭാരമൊക്കെ കുടിച്ച് ആട്ടുകെട്ടിലൊന്നും ഇരുന്ന് അങ്ങനെ ആടിയപ്പോഴേക്കാണ് ഒരു വിധം ബോധം വന്നത്. എന്താ പറ്റിയത് പറയോ? അതേ, നമ്മുടെ ആ കുന്നത്തൂരൊരു ഗോഡൗണില്ലേ, അത് കത്തി. ആ എങ്ങനെയാ അറിയില്ല, ഷോർട്ട് സർക്യൂട്ടാണോ എന്താണെന്ന് അറിയില്ല, ആകെ കത്തിപ്പോയി. ഇപ്പം എന്താ പറഞ്ഞിട്ട് കാര്യം? എത്ര കോടിക്കണക്കിന് ഉറുപ്പിയുടെ സാധനങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ, അറിയോ നിനക്ക്? അതൊക്കെ പോയില്ലേ. അങ്ങനെയുണ്ടോ? ഭഗവാൻ ചതിക്കില്ല നമ്മളെ. ഇൻഷുറൻസും ചെയ്തിട്ടില്ല, ഇനി ഒരു പൈസ ആരെടുത്ത് നിന്ന് കിട്ടാനാ എൻ്റെ കാർത്യായനി? അപ്പോൾ കാർത്യായനിയമ്മ ചോദിച്ചു, നിങ്ങൾ ഏത് ഗോഡൗണിൻ്റെ കാര്യം പറയണത്? ഏത് ഗോഡൗണാ? ആ കുന്നത്തൂരുള്ള ഗോഡൗൺ. പിന്നെയും കരഞ്ഞിട്ട് കുന്നത്തൂർ ഗോഡൗൺ എന്ന് പറയുന്നത്. ഏതാ? നമ്മുടെ തോമയുടെ അടുത്തുള്ള ഗോഡൗണോ? കച്ചവടക്കാരൻ തോമയുടെ അടുത്തുള്ള ഗോഡൗണാ നിങ്ങൾ പറയണത്? ആ അതന്നെ. എൻ്റെ മനുഷ്യ, അതല്ലേ നിങ്ങൾ കഴിഞ്ഞ മാസം വിറ്റേ, എന്നിട്ട് പൈസ മേടിച്ചില്ലേ? കഴിഞ്ഞ മാസം ആ കോയിനൂട്ടിയാർക്ക് നിങ്ങൾ കൊടുത്തില്ലേ ആ ഗോഡൗൺ സാധനങ്ങളൊക്കെ അടക്കം? 80-90 ലക്ഷം ചിലവാ എന്നൊക്കെ പൈസൻ്റെ പറഞ്ഞ് നിങ്ങൾ മേടിച്ചില്ലേ? കഴിഞ്ഞ മാസമല്ലേ ഞങ്ങൾ തീരെ എഴുതി കൊടുത്ത ഞങ്ങളുടെ? ആ അത് ഞാൻ മറന്നു എൻ്റെ കാർത്തികേയനെ, നന്നായി ഓർമ്മിപ്പിച്ചത് കേട്ടോ. പോരെ, മനുഷ്യൻ്റെ അറ്റാച്ച്മെൻ്റ് എവിടെ എത്തി നോക്കൂ. അയാളുടെ എല്ലാ സാധനം അയാൾ വിറ്റു, അത് ഓർമ്മയില്ല, വിറ്റ കാര്യം ഓർമ്മയില്ല.
മത്തസ്മൃതി ജ്ഞാനം അപോഹനം ചാവെന്ന് ഉറപ്പിച്ചു. എന്താ കാരണപ്പാടിൻ്റെ അഭിപ്രായം? എന്തായി? അത്രയ്ക്ക് എത്തിക്കെടുക്കുകയാണ് നമ്മുടെ അറ്റാച്ച്മെൻറ്റ്. ഇതൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇങ്ങനത്തെയുള്ള ആൾക്കാരുണ്ടല്ലോ, ഈ ക്യാരക്ടേഴ്സിനെ അങ്ങോട്ട് നോ അഡ്മിഷൻ ഞങ്ങളുടെ പാതാരബന്ധങ്ങളിലേക്ക്. ഇങ്ങനത്തെ ആൾക്കാരൊന്നും അങ്ങോട്ട് വരണ്ട. ഇതൊക്കെ കളഞ്ഞിട്ട് വന്നാൽ മതി. ഗോഡൗൺ കളയണ്ട, പക്ഷെ കളഞ്ഞ ഗോഡൗണിൻ്റെ മുകളിൽ ഒരു അറ്റാച്ച്മെൻറ്റ് പാടില്ല. ഉള്ള ഗോഡൗണും കളയണ്ട, അതിൻ്റെ മുകളിലൊരു വ്യഗ്രത, ഒരു അറ്റാച്ച്മെൻറ്റ് വേണ്ട. ഗിവ് അപ്പ് വിത്തൗട്ട് ഗിവിങ് അവേ. കളയണ്ട, മനസ്സിലായില്ലേ? കൊടുക്കണ്ട, ആർക്കും കൊടുക്കണ്ട, കളഞ്ഞോളൂ. മനസ്സിൽ അത് കളഞ്ഞോളൂ, കൊടുക്കും വേണ്ട. ഫിസിക്കലി കൊടുക്കണ്ട, മാനസികമായിട്ട് കളയാം. ജസ്റ്റ് സിമ്പിൾ അറ്റാച്ച്മെൻറ്റ്, മനസ്സിലായോ? അപ്പോൾ അവിടെ എത്താനുള്ള ഒരു വ്യഗ്രത മനസ്സിൽ വേണം. ആ വ്യഗ്രതയുള്ള ഒരു ഭക്തൻ, ആ ഭക്തൻ്റെ ആ വെപ്രാളം ഒരു കവി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കുലശേഖര പെരുമാൾ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. കുലശേഖര പെരുമാൾ വലിയ കൃഷ്ണഭക്തനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധി ആർജിച്ചിട്ടുള്ളൊരു ഗ്രന്ഥമുണ്ട്. എല്ലാവരും കേട്ട് കാണും, എല്ലാവരും വായിച്ചും കാണും. ഞാൻ പിന്നെ വെറുതെ ഒന്നും കൂടി എടുത്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ. മുകുന്ദമാല. ആ മുകുന്ദമാലയിൽ അദ്ദേഹം പറയും, ഒരു ഭക്തൻ പറയാണ്: കൃഷ്ണത്വദീയ പദപങ്കജ പഞ്ചരന്തേ അദ്യൈവ മേ വിശതു മാനസരാജഹംസ പ്രാണപ്രയാണ സമയേ കപവാതപിത്തൈ കണ്ഠാവരോധനവിധോ സ്മരണങ്കുതസ്തേ. എന്തൊരു ഭാവ അദ്ദേഹം പ്രകടിപ്പിക്കണം നോക്ക് ഭഗവാനോട്. കൃഷ്ണത്വദീയ പദപങ്കജ പഞ്ചരന്തേ അദ്യൈവ മേ വിശതു മാനസരാജഹംസ. യാതൊരു താമസവും ഇല്ലാണ്ട് എൻ്റെ മനസ്സിലുള്ള രാജഹംസം, എൻ്റെ മനസ്സ് ഒരു ഹംസമാണ്, പരിശുദ്ധിയുള്ളൊരു ഹംസാണ്, ഒരു അരയന്നാണ്. ഈ രാജഹംസത്തിന് ഇവിടെ നിന്ന് സ്ഥലം മാറി താമസിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എവിടേക്കാണ് മാറണത്? കൃഷ്ണത്വദീയ പദപങ്കജ പഞ്ചരാന്തേ, അങ്ങയുടെ പാതാരബിന്ദങ്ങളിലായിരിക്കുന്ന ആ കൂട്ടിലേക്ക് ഇവിടുന്ന് ഒന്ന് മാറി താമസിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇവിടെ ഒന്നും പറ്റില്ല, അത് വാടക വീടാ, ഇവിടെ ഒന്നും ഇരിക്കാൻ പറ്റില്ല. ഈ ഈശ്വരഭക്തി എൻ്റെ മനസ്സിൽ എത്രത്തോളം കാലം ഞാൻ കൊണ്ടു നടക്കും? ഞാൻ മരിക്കുന്നവരല്ലേ എനിക്കിത് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാലോ? അപ്പോൾ എനിക്ക് വളരെ ഒരു വ്യഗ്രതയുണ്ട്. എന്താ, ഇവിടുന്ന് ഒന്ന് താമസം മാറ്റി അങ്ങോട്ട് പോയാലോ എന്ന്. കൃഷ്ണത്വദീയ പദപങ്കജ പഞ്ചരന്തേ, അങ്ങയുടെ പാതാരബിന്ദങ്ങളായിരിക്കുന്ന പഞ്ചരത്തിലേക്ക്, കൂട്ടിലേക്ക് ഈ രാജഹംസത്തിന് വരണമെന്ന് വളരെ മോഹമുണ്ട്. അദ്വൈവമേ, താമസം കൂടാണ്ട്. പക്ഷേ നീട്ടിക്കൊണ്ടുവരുത്. കാരണം ഇല്ലാണ്ടേ ആയ സമയത്ത് ഞാൻ കൊണ്ടുപോകാം, മരിച്ചിട്ട് കൊണ്ടുപോകാം, സിദ്ധി കൂട്ടിയിട്ട് ഞാൻ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം ആ സമയത്ത് ഭഗവാനെ കുറിച്ച് സ്മരണ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, പറയാൻ പറ്റില്ല. അപ്പോൾ മരിക്കേണ്ട സമയത്ത് ഭഗവാനെ കുറിച്ച് ചിന്തിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അത് നടക്കുമെന്ന് അറിയില്ല. കാരണം മരണസമയത്ത് അതായിരിക്കില്ല എൻ്റെ പ്രയോറിറ്റി. ചിലപ്പോൾ ഭഗവാനെ അറിവില്ലായ്മ കൊണ്ട് പറയുകയാണെങ്കിൽ ക്ഷമിക്കണം. എന്താ കാരണം? പ്രാണപ്രയാണ സമയേ, പ്രാണം പോകുന്ന സമയത്ത് കഫവാത പിത്തവും, കഫവും വാതവും പിത്തമൊക്കെ ഉണ്ടല്ലോ, ത്രിദോഷങ്ങൾ നമ്മുടെ ദേഹത്തിൽ, അതൊക്കെ അങ്ങോട്ട് കോപിച്ചിട്ട് അവരൊരു റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടത്തും എൻ്റെ തൊണ്ടയിൽ. കഫം കൊണ്ടും വാതം കൊണ്ടും പിത്തം കൊണ്ടും ഒന്നും എനിക്ക് പുറത്തേക്ക് ശബ്ദം വരില്ല. കൃഷ്ണാന്ന് വിളിക്കണമെങ്കിൽ ഗ ഗ ഗ ഇതൊക്കെ വരുള്ളൂ, വരില്ല ചിലപ്പോൾ സമയത്ത്. വന്നുകൂടാന്നില്ല, പക്ഷെ ഗ്യാരണ്ടി ഒന്നുമില്ല എനിക്ക്. കാരണം എൻ്റെ ദേഹപ്രകൃതി വാദവും പിത്തവും കഫ. അപ്പോൾ പ്രാണപ്രയാണ സമയേ കഫവാതപിത്തൈ കണ്ഠാവരോധന വിധോ, ഈ കണ്ഠത്തിൽ അത് മൂന്നും കൂടി ഈ എന്താ പറയുക, എന്നെ അണ്ണാക്ക് പിടിച്ച് ഞെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ കൃഷ്ണ എന്ന് പറയാനാ ഭഗവാനെ?
അതുകൊണ്ട് ഇപ്പോൾ അവിടെ എത്തണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊന്ന് എൻ്റെ അക്കൗണ്ടിൽ കണക്കാക്കണേ. ആഗ്രഹമില്ലാത്തവനാണ് അവൻ, നന്ദി ഇല്ലാത്തവനാണ് അവൻ. എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി യാതൊരു ആഗ്രഹവും ഇല്ല എന്ന് തോന്നരുതേ ഭഗവാനെ. ഞാൻ ഇത് അപ്പം തന്നെ പറയണം, മുൻകൂർ ജാമ്യം എടുത്തിരിക്കുന്നു. അവസാന സമയത്തെങ്ങാനും അഥവാ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക, അതൊന്ന് പൊറുക്കുക. എന്നിട്ട് ഇപ്പം നല്ല കുട്ടിയായിരുന്നു പണ്ട്, ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ അവന് ചെറിയൊരു ആരോഗ്യ പ്രശ്നം കാരണം അവന് കൃഷ്ണ എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് തോന്നണേ. അല്ലാണ്ട് അവസാന കാലത്ത് നീ എന്നെ വിളിച്ചില്ല, അതുകൊണ്ട് നീ പോ, ഡാമിനേഷൻ, ഗോ ടു ഹെൽ എന്ന് പറയരുത്. അത്ര തന്മയത്തായിട്ടുള്ള ശ്ലോകം നോക്കൂ. താമസം തന്നെ ഇവിടുന്ന് മാറ്റണമെന്നാ പറയും. അപ്പം എന്തൊരാഗ്രഹമാണ് അവർക്ക് ആ പാതാര വിന്ദങ്ങളിലേക്ക് എത്തിച്ചേരാൻ. ഇവിടുത്തെ ബുദ്ധിമുട്ടൊന്നും സഹിക്കാൻ വയ്യ. അതാണ്, ദാറ്റ് ഈസ് പ്രയർ. പണ്ട് ഈ അമ്മമ്മമാരും മുത്തശ്ശിമാരൊക്കെ മക്കൾക്ക് കത്തെഴുതും. പണ്ടത്തെ കാര്യം ഞാൻ 50-60 കൊല്ലം മുമ്പുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. 60-65 കൊല്ലം മുമ്പുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അന്ന് ഈ ഇമെയിലും ഒന്നും ഇല്ലല്ലോ, ടെലിഫോണും ഇല്ലല്ലോ. ടെലിഫോണൊക്കെ കിട്ടണമെങ്കിൽ എക്സ്ചേഞ്ച് വഴി പോകണം, ടൈം ഫിക്സ് ചെയ്യണം. അതൊക്കെ എവിടെ പോകണം? നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ എവിടെയുള്ളത് ടെലിഫോണൊക്കെ? ഒരു 10 കിലോമീറ്റർ നടന്നാലേ ടെലിഫോൺ കിട്ടുള്ളൂ, മനസ്സിലായില്ലേ? പിന്നെയൊക്കെ കമ്പി അടിക്കണം, അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ ചെയ്യുക വെച്ചെങ്കിൽ മാസത്തിലൊരിക്കൽ എഴുത്തെഴുതും. അന്ന് ഈ ഇൻലൻഡ് അതിനെഴുതും. എഴുത്ത് ചിലവില്ലല്ലോ, വളരെ ചെറിയ ഇതല്ലേ, 2 അണയോ 1 അണയൊക്കെ അന്നുള്ളൂ. അത് മേടിച്ച് എഴുതും മകൾക്ക്. മകളെ എവിടെയെങ്കിലും പോകും. ഈ അമ്മമ്മയുടെ ചേച്ചിയുടെ കൂടെ, അനിയൻ്റെ കൂടെ, അനിയത്തിയുടെ കൂടെയൊക്കെ അവിടെ താമസിക്കുക പോകും. മക്കളാരും അടുത്തുണ്ടാവില്ല. ആകെ ഒരു മകളെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു മകനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ മകനോ ഇല്ലെങ്കിൽ മകൾക്കോ എഴുത്തെഴുതാണ്. അത് എഴുത്തെഴുതാൻ അവർക്ക് അറിയില്ല. അപ്പോൾ അടുത്ത വീട്ടിൽ ആരെങ്കിലും അവിടെ രാത്രി വന്ന് കിടക്കും, ചിലപ്പോൾ കൂട്ടിന് വന്ന് കിടക്കും. ഇവിടെയൊക്കെ പെണ്ണുങ്ങളാണ്. അപ്പോൾ അടുത്ത വീട്ടിലെ ഒരു ആൺകുട്ടിയെ വന്നിട്ട് ഇവിടെ പുറത്ത് കിടക്കുകയെന്ന് പറയും. വെറുതെ ഒരു ഇതിന് അതൊന്ന് കിടക്കും. അയാൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്, SSLC അല്ലെങ്കിൽ 5th ഫോമോ 6th ഫോമോ ഒക്കെ പഠിക്കുന്ന കുട്ടിയാവും. പൂട്ട അവരെ എഴുതാടാ, നമ്മുടെ ശൈലേഷിക്ക് ഒരു എഴുതെഴുത്. എഴുതാം മുത്തശ്ശേ, നാളെ എഴുതാട്ടോ, നാളെ മറക്കരുത് കേട്ടോ, ഇൻലൻഡൊക്കെ മേടിച്ചോണ്ടിരുന്നു തന്നെ എഴുതി. പിറ്റേ ദിവസം വന്നു എഴുതാൻ പുറപ്പെടും. എന്താ എഴുത്തിൽ അകപ്പാടുണ്ടാവുക അറിയോ? നിനക്ക് അവിടെ സുഖമാണെന്ന് ഞാൻ വിചാരിക്കണു. ഇപ്പം എഴുതണം, ഗണപതി മഹാഭാരതം എഴുതിയ പോലെ. നിനക്ക് അവിടെ സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എഴുതി. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധം സുഖമാണ്. ഒരുവിധം നല്ലോണം ഉറപ്പിച്ച് എഴുതണേ. ഒരുവിധം സുഖമാണ്. മരുന്നൊക്കെ കഴിഞ്ഞു, കുഴമ്പ് വാങ്ങിക്കണം, ഉടനെ കുറച്ച് പൈസ അയച്ചു തരണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. പറയാൻ തുടങ്ങിയിട്ടില്ല, പിന്നെ അങ്ങനെ വിട്ടുപോയി എന്ന് പറയണത്. അടുത്ത വീട്ടിലെ ശങ്കരൻ നായരുടെ ഭാര്യയ്ക്ക് അസുഖമാണ്, അടുത്ത് പോകുന്ന തോന്ന്, ഇങ്ങനെയുള്ള നാട്ടുകാര്യങ്ങളൊക്കെ എഴുതിയിട്ട് പിന്നെ അവസാനം പറഞ്ഞു, ഇനി ഒരു കാര്യം കൂടി പറയണ്ട മോളെ, അല്ലെങ്കിൽ മോനെ, എനിക്ക് കുറേ കാലം എൻ്റെ അടുത്ത് വന്ന് നിൽക്കണമെന്നുണ്ട്. ഇവിടെ മതിയായി ജീവിതം. എൻ്റെ അടുത്ത് കുറച്ച് ദിവസം വന്ന് സുഖമായിട്ട് കഴിക്കണമെന്നുണ്ട്. അതുകൊണ്ട് ആവുന്നത് വേഗത്തിൽ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറയണം. അച്യുനായരോട് പ്രത്യേകിച്ച് കാര്യം ഞാൻ പറഞ്ഞു എന്ന് പറയേ. അച്യുനായർ സമ്മതിക്കും. അച്യുനായർ അവരുടെ മകളുടെ ഭർത്താവ്. അന്ന് ആൾക്കാരെ അങ്ങനെ വിളിക്കുക, മരുമകനെ വിളിക്കുക അങ്ങനെയാണ്. സ്റ്റാറ്റസൊക്കെ കൂട്ടിയിട്ടാണ് വിളിക്കുക. അച്യുനായരോട് പറയാം, പിന്നെ കുട്ടികൾക്കൊക്കെ സുഖം തന്നെയല്ലേ, എല്ലാവരോടും അന്വേഷിച്ചു എന്ന് പറയാം, സ്നേഹാന്വേഷണം അന്വേഷിച്ചു എന്ന് പറയാം. എങ്ങനെയെങ്കിലും ഈ ഗണപതി ഒരു ഇൻലാൻഡ് മുഴുവൻ എഴുതിയുണ്ടാക്കും, എന്നിട്ട് അയക്കും. അപ്പോൾ അതിൽ പ്രത്യേകമായിട്ട് പറയേണ്ടത് എന്താ അമ്മമ്മയ്ക്ക്, ഇവിടുന്ന് താമസം ഒന്ന് മാറ്റി എൻ്റെ അടുത്തേക്ക് എത്തിയാൽ കൊള്ളാം. ഇഷത്വതീയ പദ പങ്കജ പഞ്ചരാന്തേ അദ്യൈവമേ വിശതു മാനസരാജഹംസ. ഇതന്നെ പോയി പറഞ്ഞത് അല്ലേ? അപ്പോൾ ചുരുക്കി പറഞ്ഞതെന്താ വെച്ചാൽ, ആ പാതാരവിന്ദങ്ങളിലേക്ക്, ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലേക്ക് എത്താൻ അത്യാഗ്രഹം വേണം, ഒരു അത്യാർത്തി തന്നെ വേണം. ആ വാക്ക് ഉപയോഗിച്ചോളൂ, ഒരു കുഴപ്പമില്ല. അതിന് ആർത്തിയാവാം. പാൽപ്പായസവും ശർക്കര പായസത്തിനോടൊക്കെ ആർത്തി മോശമല്ലോ. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലേക്ക് എത്താൻ ആർത്തി ആയതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അപ്പം അത് വേണമെന്ന് പറയാം. അതാണ് ആ നാമത്തിൻ്റെ ഗതി സത്തമ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം.
മനസ്സിലായില്ലേ? ഇപ്പോൾ അടുത്ത നാമം സുധന്വ. സുധന്വ എന്ന് വെച്ചെങ്കിൽ ധനുസ്, ശോഭനമായ ധനുസ്സുള്ളവൻ. ധനു എന്ന് വെച്ചാൽ ധനുസ്, ധനുസ് മീൻസ് വില്ല്, ബോ. ചക്ര ഗദാധരനെ പോലെ സുധന്വ, നല്ലൊരു ഒന്നാന്തരം ധനുസും കൂടിയുള്ളവൻ അർത്ഥം. വില്ലുണ്ട്, എല്ലാ മിസൈൽസും കയ്യിലുണ്ട്. ഷാർഗം എന്നാണ് ഭഗവാന്റെ വില്ലിൻ്റെ പേര്. ഷാർഗം, ഷാരംഗപാണി എന്നൊക്കെ പറയുന്നത് ആ വാക്കുന്നാണ്. താത്വികമായിട്ടത് താമസഹങ്കാരത്തിൻ്റെയും രാജസഹങ്കാരത്തിൻ്റെയും പ്രതീകങ്ങളാണ് ശംഖും വില്ലും. അദ്ദേഹത്തിൻ്റെ ശംഖും അദ്ദേഹത്തിൻ്റെ വില്ലും വിഷ്ണുപുരാണത്തിൽ പറയുന്നത് താമസ അഹങ്കാരത്തിൻ്റെയും രാജസ അഹങ്കാരത്തിൻ്റെയും. സാത്വിക അഹങ്കാരം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ രണ്ട് അഹങ്കാരങ്ങളുടെയും ഒരു പ്രതീകങ്ങളാണ് എന്ത്? ശംഖും വില്ലും എന്നാണ്. അപ്പം അത് ആയുധമായിട്ട് പിടിച്ചു. അല്ലാണ്ട് വേറെ ഇതിൽ പ്രത്യേകിച്ചൊരു ആധ്യാത്മികമായിട്ട് വ്യാഖ്യാനിക്കാനോ പറയാനോ ഒന്നും ആ നാമത്തിനില്ല. വില്ല് ധരിച്ചവൻ, ചക്രം ധരിച്ചവൻ, ശംഖ് ധരിച്ചവൻ, ഗദ ധരിച്ചവൻ, അതുപോലെ വില്ല് ധരിച്ചവൻ സുധന്വ. അടുത്ത നാമം ഖണ്ഡപരശു. ഖണ്ഡപരശു വെച്ചെങ്കിൽ ശത്രുക്കളെ പിളർക്കുന്നവൻ, പിളർക്കുന്ന മഴുള്ളവൻ എന്നർത്ഥം. ഖണ്ഡപരശു, പിളർക്കുന്ന, ഖണ്ഡിക്കുക, പിളർക്കുക. അങ്ങനെ പിളർക്കാൻ ഉതകുന്ന മഴു കയ്യിലുള്ളവൻ പരശു. ആരെ കുറിച്ച് പറയണ മനസ്സിലായില്ലേ? ചൂണ്ടിക്കാണിച്ച് തൊട്ട് കാണിച്ചിട്ടുണ്ടല്ലോ, ഇനി ചൂണ്ടിക്കാണിച്ചാൽ പോരെ. ഇത് ആരാ മനസ്സിലായില്ലേ? ശിവന്റെ ആയുധമായിരുന്നു ഈ പരശു, മഴു, വെൺമഴു. ആ മഴു സത്യതത്വമാണ്, സത്യത്തിൻ്റെ തത്വമാണത്. അതിനെ പ്രതിദാനം ചെയ്യുന്നതാണ് മഴു. അങ്ങനെ ഓരോ പുരാണങ്ങൾ, ശിവപുരാണത്തിൽ അങ്ങനെ ഓരോന്നു. മനസ്സിലായില്ലേ? അപ്പോൾ മഹാവിഷ്ണു ജമദഗ്നിയുടെ പുത്രനായി അവതരിച്ചപ്പോൾ, അതായത് പരശുരാമനായി അവതരിച്ചപ്പോൾ ക്ഷത്രിയന്മാരുടെ ഉന്മൂലനാശം ചെയ്യാനായിരുന്നു ആ ജന്മം. എല്ലാ ക്ഷത്രിയന്മാരും, കഥ നമുക്കറിയാമല്ലോ, ഞാൻ അങ്ങോട്ട് ഡീറ്റെയിൽസ് പോകുന്നില്ല. എല്ലാ ക്ഷത്രിയന്മാരും 27 പ്രാവശ്യം മുഹമ്മദ് ഓഫ് ഗസ്നി ഇൻവൈഡഡ് ഇന്ത്യ 27 ടൈംസ് എന്ന് പറഞ്ഞ പോലെ ക്ഷത്രിയന്മാരെ പരശുരാമൻ 27 പ്രാവശ്യം അറ്റാക്ക് ചെയ്തു. 27 റൗണ്ട് ബാറ്റിൽസിൽ സകലെണ്ണത്തിനെയും ഭരിച്ചു. അത് ഉപയോഗിച്ചത് ഈ പരശുവാണ്, ഖണ്ഡപരശു. ശിവൻ കൊടുത്ത പരശുവാണ്. പരശുരാമൻ ശിവൻ്റെ ശിഷ്യനാണ്. അദ്ദേഹം കൊടുത്ത കാരണം ഖണ്ഡപരശു, അതാണ് ഖണ്ഡപരശു. അടുത്ത നാമം ദാരുണ. ദാരുണ ഈസ് പിളർക്കുന്നവൻ, മുറിക്കുന്നവൻ, അറുത്ത് കളയുന്നവൻ. ദുഷ്ട നിഗ്രഹ തൽപരനായ ഭഗവാൻ, ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ തൽപരനായി നിൽക്കുന്ന ഭഗവാൻ സന്മാർഗ വിരോധികളുടെ അവരെ കഠോരമായി ശിക്ഷിക്കുന്നു. നമ്മൾ കണ്ടോളണമെന്നില്ല കേട്ടോ. എന്നാൽ പിന്നെന്താ ഇയാളെങ്ങനെ വെച്ചിരിക്കണം? ആ അർജുനെ എന്താ പന പോലെയല്ലേ വളർന്ന്, കഠോരമായിട്ട് ശിക്ഷിക്കാൻ എന്താ പറയണത്? അർജുനെ ശിക്ഷിക്കുന്നത് നിങ്ങൾ കാണില്ലല്ലോ എൻ്റെ വേലായുധേട്ടാ. അർജുനെ ശിക്ഷിക്കുന്നത് ഭഗവാൻ ശിക്ഷിച്ചോളും. അത് വേലായുധേട്ടന് ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരും, കാണാൻ പറ്റിയില്ല എന്ന് വരും. ഇതൊക്കെ എന്തിനാ വേലായുധേട്ട ആവശ്യമില്ലാണ്ട് അന്വേഷിക്കണത്? അർജുനെ ശിക്ഷിക്കേണ്ട കാര്യം വേലായുധേട്ടൻ്റെ കയ്യിലല്ലല്ലോ. വേലായുധേട്ടന് അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ ഇല്ലല്ലോ. അത് ഭഗവാനല്ല ജൂറിസ്ഡിക്ഷൻ. അദ്ദേഹം നോക്കിക്കോളും. മിണ്ടാണ്ടിരുന്നോളൂ അവിടെ. വയസ്സുകാലത്ത് രാമകൃഷ്ണ ജീവിച്ചിട്ട് അല്ലേ? വേലായുധേട്ടൻ എന്തിനാ ഈ പർജുനെ ശിക്ഷിച്ചു? പർജു ചെയ്തിട്ടുള്ള തെണ്ടിത്തരങ്ങൾക്ക് പർജു മറുപടി പറഞ്ഞോളും. അയാൾക്ക് ഷോക്കോസ് നോട്ടീസ് കിട്ടും, അയാൾ പേഴ്സണൽ ഹിയറിങ്ങിന് അപ്പിയർ ചെയ്തോളും. അത് കഴിഞ്ഞ് വിധി എഴുത്ത് ഭഗവാൻ എഴുതിക്കോളും. കർത്തൃരാജ്ഞയാ പ്രാപ്യതേ ഫലം. കർത്താവിൻ്റെ ആജ്ഞ അനുസരിച്ച് ആൾക്ക് അതിൻ്റെ ഫലം കിട്ടിക്കോളും. നമ്മളെന്തിനാ അവിടെ കിടന്ന് ഇൻ്റർഫിയർ ചെയ്യണം? ഒരാവശ്യമില്ലാണ്ടേ. മനസ്സിലായില്ലേ?
അപ്പോൾ ദുഷ്ടനിഗ്രഹങ്ങൾ ആണ് ഭഗവാന്റെ താല്പര്യമായിട്ടുള്ള കാര്യങ്ങൾ. ദുഷ്ടന്മാരെ നിഗ്രഹിക്കുക, കഠോരമായിട്ട് അവരെ ശിക്ഷിക്കുക. എപ്പോൾ? നമുക്കിഷ്ടമുള്ള സമയത്തല്ല. ഭഗവാന് അവൻ്റെ കർമ്മഫലം പഴുത്തു കഴിഞ്ഞാൽ ഉപ്പിലിട്ടത് എടുക്കാറായാൽ എടുത്തോളും. നമ്മൾ കിടന്ന് ബഹളം കൂട്ടേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ ഇനി ഭക്തന്മാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഭക്തന്മാരുടെ ആന്തരികമായിട്ടുള്ള ശത്രുക്കളെയും ബാഹ്യമായിട്ടുള്ള ശത്രുക്കളെയും രണ്ടുപേരെയും ഭഗവാൻ നശിപ്പിക്കുന്നു. അതിൽ ആന്തരികമായിട്ടുള്ള ശത്രുക്കളെ നശിപ്പിക്കണമെന്ന് നമുക്ക് വലിയ ഇഷ്ടമില്ല. അവിടെ വരുമ്പോൾ നമ്മളും ഭഗവാനായിട്ടൊന്ന് പിണങ്ങും. പുറത്തുള്ള ശത്രുക്കളൊക്കെ നശിപ്പിക്കാൻ നമുക്ക് വളരെ ഇഷ്ടമാണ്. പേര് എണ്ണി കാണിച്ചു അയാൾ ABCD ഇവരൊക്കെ നശിപ്പിച്ചോളൂ ഭഗവാനെ. ഇവരൊക്കെ എൻ്റെ ശത്രുക്കളാണ്. അവരൊക്കെ നശിപ്പിച്ചു. ഇനി ആരുമില്ല ശത്രുക്കൾ. ഒന്ന് പിന്നാക്കാൻ നോക്ക കൂട്ട, ഒന്ന് അകത്തേക്ക് തിരിഞ്ഞു നോക്ക്. എൻ്റെ ഉള്ളിൽ നിൽക്കണ താടി മീശയൊക്കെ ആയിട്ട് നിൽക്കണ കുറേ ആൾക്കാരില്ലേ, കാമക്രോധ ലോഭ മോഹമത മത്സരങ്ങൾ, അവരും കൂടി നശിപ്പിച്ചോളാം. നല്ല പൂർത്തിയാവുള്ളൂ. എന്നാലും എനിക്ക് എൻ്റെ പാതാരബന്ധങ്ങളിലേക്ക് വരാൻ പറ്റുള്ളൂ. കൃഷ്ണത്വതീയ പദ പങ്കജ പഞ്ചരാന്തേ എത്താനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അവരെ നശിപ്പിക്കട്ടെ, ഞാൻ നശിപ്പിക്കാൻ വരികയാണ്. ഇതേ വരുന്നു കേട്ടോ. അയ്യോ ഭഗവാൻ എപ്പോൾ വേണ്ട, കുറച്ച് കഴിയട്ടെ, കുറച്ചും കൂടി നാമം പൂർത്തീകരിക്കാണ്ട്, കുറച്ചും കൂടി ആൾക്കാരുടെ മേത്ത് ആഗ്രഹം എന്താ പറയുക, ദേഷ്യം കാണിക്കാണ്ട്, ക്രോധം കാണിക്കാണ്ട്, കുറച്ച് സാധനം കൂടി വാങ്ങാണ്ട്. ഇത് അപ്പുറത്തെ 4 കണ്ടം ഒരു 10 പറക്കുള്ള അതും കൂടി ഇങ്ങോട്ട് മേടിച്ചോട്ടെ, അതൊക്കെ കഴിഞ്ഞിട്ടാവാം. ഇതിൻ്റെ രക്തമില്ല. അപ്പോൾ ആന്തരികമായിട്ടുള്ള ശത്രുക്കളെ നശിപ്പിക്കാൻ നമുക്ക് വലിയ പ്രയാസമാണ്. ഭഗവാൻ അത് നശിപ്പിക്കും. 2 തരത്തിലുള്ള ശത്രുക്കളെയും ഭഗവാൻ നശിപ്പിക്കും. ശരിക്കുള്ള ഭക്തനാണെങ്കിൽ നമ്മളോട് അനുവാദമൊന്നും ചോദിക്കില്ല. ഒരു ദിവസം കാലത്തിന് ഇട്ട് നോമ്പൊക്കെ കാണാം, തിരഞ്ഞാൽ കിട്ടില്ല. എന്ത് കാമക്രോധ ലോപമോഹമത മത്സരങ്ങൾ, എവിടെ പോയി ഇതൊക്കെ? ഇന്നലെ കിടക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്നല്ലോ, ഇന്നിപ്പോൾ എവിടെ പോയി? അങ്ങനെയൊക്കെ ചോദിക്കും ഭഗവാൻ. ആള് മഹാരസികനാ. ദേഷ്യപ്പെടണം എന്ന് ചോദിച്ചാലും ദേഷ്യം വരില്ലെങ്കിൽ എന്ത് ചെയ്യും? അവരുടെ പ്രാണസങ്കടം ഒന്ന് ആലോചിച്ച് നോക്കും. ദേഷ്യപ്പെടണമെന്നുണ്ട്, ദേഷ്യം വരാഞ്ഞാൽ എന്താ ചെയ്യുക? ഉള്ളിൽ നിന്ന് വരണ്ടേ, അത് വരുന്നില്ല. ആ ബീജം ഇല്ല അവിടെ. ആ ബീജം എടുത്ത് കളഞ്ഞു, പിന്നെ എങ്ങനെ പുറത്തേക്ക് വരാനാ? അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? ചെറുക്കി തന്നെ. ഹലോ, വെറുതെ സുഖം തന്നെയല്ലേ? ഒരു ഇടുപ്പം ചിരി. സഞ്ജയ് പറഞ്ഞ പോലെ വലുതായൊരു ചിരി, ചെറുതായൊരു ചിരി, കാര്യം കിട്ടാനൊരു കള്ളച്ചിരി. പലതരത്തിലുള്ള ചിരികളാണെന്നാണ് പറയും. അപ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടണം എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പുറപ്പെട്ട ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അവസാനം ഒരു കള്ളച്ചിരിയും ചിരിച്ചിങ്ങോട്ട് പോരാ. അപ്പോൾ ആന്തരിക ശത്രുക്കളെയും ബാഹ്യമായിട്ടുള്ള ശത്രുക്കളെയും എല്ലാം പിളർക്കുന്നവൻ ദാരുണ. ഭഗവാന്റെ ജൂറിസ്ഡിക്ഷനിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ അവിടെ അപ്ലിക്കേഷൻ കൊടുത്ത് അവിടുത്തെ ആ ജൂറിസ്ഡിക്ഷനിലെ മാഗ്നറ്റിക് വേവിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ ഇടവും വല്ലതും നോക്കലില്ല. പിന്നെ ആന്തരിക ശക്തിയോ ഭൗതിക ശക്തിയോ ഒന്നുമില്ല. എല്ലാറ്റിനെയും ദാരുണ. മനസ്സിലായില്ലേ? ശത്രുക്കളെ കുറേയൊക്കെ മര്യാദയ്ക്കുള്ള വഴി കൂടെ തിരിച്ചു വിടാൻ നോക്കണ്ടോ? വേണ്ടോ, തല്ലിവിടാൻ പോകണ്ട, എന്തിനാ അത് വെറുതെ പൊക്കോട്ടെ, മര്യാദയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. സാമദാന ഭേദദണ്ഡം അതും പറഞ്ഞാൽ കേൾക്കണില്ല. പിന്നെയും മെക്കിട്ട് കയറാൻ വരികയാണെന്നെങ്കിൽ എന്ത് ചെയ്യും? എന്നാൽ അപ്പം കാണിച്ചു തരാൻ തന്നെ. അതാണ് ഭഗവാന്റെ ഒരു മെത്തേഡ് അല്ലേ? അതാണ് ദാരുണ എന്നർത്ഥം. അടുത്ത 570 ദ്രവിണപ്രദ. ദ്രവിണപ്രദ എന്ന് വെച്ചെങ്കിൽ ധനം ധാരാളം ദാനം ചെയ്യുന്നവൻ എന്നർത്ഥം. ഒരു കുറവുമില്ലല്ലോ, റിസർവ് ബാങ്ക് കയ്യിലല്ലേ, മഹാലക്ഷ്മി കയ്യിലല്ലേ. പക്ഷേ ധനം എന്ന നാമം ലൗകിക ഭോഗങ്ങൾ മാത്രമല്ല കേട്ടോ. ബാങ്ക് ബാലൻസ്, സ്വത്തുക്കൾ, ആധാരക്കെട്ട്, താക്കോൽ കൂട്ടം, ഇതൊന്നുമല്ല ധനം എന്ന് വെച്ചാൽ. ഇതൊക്കെ ഭൗതികമായിട്ടുള്ള ധനങ്ങളാണ്. ഇന്നുണ്ടാവും നാളെ പോവും. ആന്തരികമായിട്ടുള്ള ധനമുണ്ട്, ഇന്നർ വെൽത്ത്. നമ്മളീ കാണിക്കുന്നതൊക്കെ നശ്വരമായിട്ടുള്ള ധനങ്ങളാണ്. ചഞ്ചല ലക്ഷ്മിദേവി തന്നെ ചഞ്ചലയാണ്. അത് പറയാറുണ്ടോ നമ്മളോട്?
അപ്പോൾ എന്താ പറയുക, ദ്രവിണ എന്ന് വെച്ചെങ്കിൽ ധനം എന്ന് വെച്ചാൽ ഭൗതിക ധനം മാത്രമല്ല, നശിക്കാത്ത ഒരുപാട് ഇന്നർ വെൽത്ത് ഉണ്ട്. ആധ്യാത്മികമായിട്ടുള്ള ധനങ്ങൾ, ത്യാഗബുദ്ധി, നല്ല ശീലം, ക്യാരക്ടർ, സൽസ്വഭാവം, അങ്ങനെയുള്ള നെഗറ്റീവ് ക്വാളിറ്റീസ് അല്ലാത്ത പോസിറ്റീവ് ക്വാളിറ്റീസ് പലതുമുണ്ട്. ദയ, കരുണ, വാത്സല്യം, അല്ലേ, ഇതൊക്കെ പോസിറ്റീവ് ക്വാളിറ്റീസാണ്. ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഭഗവാൻ 13-ാം അധ്യായത്തിൽ. അമാനിത്വമദംഭിത്വം അഹിംസാക്ഷാന്തിരാർജവം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യം ആത്മവിനിഗ്രഹം ഇന്ദ്രിയർത്ഥേഷു വൈരാഗ്യം അനഹങ്കാരമേവച. എത്ര എണ്ണം വേണം? ഇതൊക്കെ ഇന്നർ വെൽത്താണ്. ക്യാരക്ടർ ബിൽഡിങ്ങിന് വേണ്ട സാമഗ്രികളാണത്, സ്റ്റെപ്പുകളാണത്, കോമ്പണൻസ് ആണത്. അതൊക്കെ ഇന്നർ വെൽത്താണ്. ഓൾ ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് ദ ക്യാരക്ടർ ഓഫ് മാൻ. ദാറ്റ് ഈസ് റിയൽ വെൽത്ത്. മറ്റതൊക്കെ ഇന്നത്തെ ഇക്കൊല്ലത്തെ ബാലൻസ് ഷീറ്റ് ആവില്ല, അടുത്ത കൊല്ലത്തെ ബാലൻസ് ഷീറ്റ്, ആ ബാലൻസ് ഷീറ്റ് ആവില്ല, അടുത്ത കൊല്ലത്തെ ബാലൻസ് ഷീറ്റ്, അത് വരും പോവും. മറ്റേ ഇന്നർ വെൽത്ത് എവർ റിമെയിൻസ് ദ സെയിം, എവർ റിമെയിൻസ് ദ സെയിം. അപ്പോൾ അങ്ങനെയുള്ള ദ്രവിണം തരാനും കേമനാണ് അർത്ഥം. ബാഹ്യധനങ്ങൾ മാത്രമല്ല, കഞ്ഞുടികളുടെ വഴി മാത്രമല്ല ഉണ്ടാക്കി തരുന്നത് ഭഗവാൻ. ആന്തരികമായിട്ട് മനുഷ്യൻ്റെ ക്യാരക്ടർ, മനുഷ്യൻ്റെ സ്വഭാവശുദ്ധി, ഇതിനുള്ള ഇതും ധനം തന്നെയാണ്. അത് ചെറുപ്പത്തിലേ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ദ്രവിണവും പ്രദാനം ചെയ്യുന്നവനാണ് ഭഗവാൻ. നമ്മളുടെ ശ്രേയസ്സിന് വേണ്ട ധനം, പ്രേയസ്സിനല്ല. പ്രേയസ്സിന് വേണ്ട ധനം ഓക്കെ, നിങ്ങളുടെ കർമ്മം അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടും, അതും ഭഗവാന്റെ കൽപ്പന തന്നെ വേണം. പക്ഷെ അത് നേരത്തെ പറഞ്ഞ ഭൗതികമായിട്ടുള്ള ധനങ്ങളാണ് പ്രേയസ്. മറ്റേതോ മനുഷ്യൻ്റെ ഉന്നമനത്തിന്, ശ്രേയസ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇന്നർ വെൽത്ത്, വെൽത്ത് ഓഫ് ക്യാരക്ടർ, വെൽത്ത് ഓഫ് നോളജ്. അത് ചിലപ്പോൾ ചോദിക്കാതെ തന്നെ ഭഗവാൻ കൊടുക്കും. രണ്ടും ചോദിക്കാണ്ട് തന്നെ കൊടുക്കും ഭഗവാൻ. ഭട്ടതിരിപ്പാടിന് എത്ര വേഗം ജ്ഞാനം കൊടുത്തു. എഴുത്തിനിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സരസ്വതി പലക ചാടിപ്പോയി 9-ാം വയസ്സിലോ 10-ാം വയസ്സിലായിട്ട് ഓടിപ്പോയി ആളല്ലേ. എങ്ങനെയാണ് പിന്നെ അച്യുതപിഷാരടി പിടിച്ചു കൊണ്ടുവന്നിരുന്നിട്ട് ജ്ഞാനം പകർന്നു കൊടുത്തത്? എത്ര ശ്രമം വന്നു, എങ്ങനെ കിട്ടിയത്? ഭഗവാന്റെ കാരുണ്യം കൊണ്ട്. ഇവരൊക്കെ നിമിത്തങ്ങളല്ലേ, അച്യുതപിഷാരടിയൊക്കെ നിമിത്തമല്ലേ. കുചേലന് എങ്ങനെ കിട്ടി? ബിയോണ്ട് ഹിസ് റെക്കഗ്നേഷൻ, ഇമാജിനേഷൻ. എങ്ങനെയാ സമ്പദ് സമൃദ്ധിയായത്? പറയൂ. ചോദിച്ചതാ? കുചേലൻ ചോദിച്ചിട്ടില്ലല്ലോ, ഭട്ടതിരിപ്പാട് ചോദിച്ചിട്ടില്ലല്ലോ, സ്കൂളിൽ പോലും അഡ്മിറ്റ് ചെയ്തിട്ടില്ല ഭട്ടതിരിപ്പാടിനെ. കുചേലൻ അവിടെ ചെന്ന് ധനം ചോദിച്ചു. ഭഗവാനെ, കുറച്ച് പെരുങ്ങലാണ് കുട്ടികൾക്കൊക്കെ, എന്തെങ്കിലും ഒന്ന് സഹായിച്ചാൽ നന്നായിരുന്നു. അങ്ങനെ ചോദിച്ചിട്ടില്ലല്ലോ, ചോദിച്ചേ ഇല്ല, കൊടുത്തു. ദ്രവിണപ്രദ, ദ്രവിണം കൊടുക്കുന്നതെന്ന്. ഏറ്റവും വലിയ സമ്പത്ത് എന്താ? വിദ്യ. സംശയം ഉണ്ടോ അതിന്? വിദ്യാധനം സർവധനാൽ പ്രധാനം. ആ വിദ്യ കൊടുക്കുന്നത് ആരാ? ഭഗവാൻ തന്നെ. ആ ജ്ഞാനമാണ് ഭഗവാന്റെ ഒരു കയ്യിൽ ജ്ഞാനമുദ്രയും മറ്റേ കയ്യിൽ ചാട്ടവാറും. അർജുനനിലൂടെ നമുക്ക് ആ എല്ലാ ജ്ഞാനവും ഭഗവാൻ ഭഗവത്ഗീതയിൽ പകർന്നു തരുന്നു. ദ നോളജ് ഓഫ് ദ സെൽഫ്, നമ്മളെക്കുറിച്ചിട്ടുള്ള അറിവ്, തത്വജ്ഞാനം, ആത്മജ്ഞാനം. അതിനേക്കാൾ വലിയൊരു ജ്ഞാനമുണ്ടോ? അതിനേക്കാൾ വലിയൊരു സ്വത്തുണ്ടോ? ദ്രവിണപ്രദ, എന്തുകൊണ്ട് അർഹപ്പെട്ടവനല്ല, അർഹതയുള്ള പേരല്ലേ അത് ഭഗവാന്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ദ്രവിണപ്രദ. ഇനി അടുത്ത നാമം 571 ദിവാസ്പൃക്. ദിവാസ്പൃക് എന്ന് വെച്ചാൽ ദിവാ വെച്ചാൽ സ്വർഗം, സ്വർഗത്തെ സ്പർശിക്കുന്നവൻ എന്നർത്ഥം. വാമനാവതാരത്തിൽ വീണ്ടും ആ കഥ നമുക്ക് പറയാണ്ടിരിക്കാൻ നിർത്തിയില്ല. ത്രിവിക്രമനായി ആദ്യത്തെ കാല് വെച്ചാൽപ്പോൾ സ്വർഗത്തെ സ്പർശിച്ചു. പാദോ അസ്യ സർവഭൂതാനി ത്രിപാദസ്യ മൃതം ദ്വി.
ഛന്ദോഗ്യോപനിഷത്തിൽ പറയുന്നു. പാദോ അസ്യ സർവഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി. എല്ലാ ഭൂതങ്ങളിലും എൻ്റെ കാലംശം മാത്രമാണെന്ന് ഭഗവാൻ പറയാം. ഈ ഭൂമി സ്വർഗവും മുഴുവൻ കാണുന്ന കംപ്ലീറ്റ് ക്രിയേറ്റഡ് ബീങ്സ് ഇസ് ഓൺലി 1/4 ഓഫ് മൈൻ. എല്ലാ ഭൂതങ്ങളും ഇവൻ്റെ കാലംശമാകുന്നു. ബാക്കി 3/4 അംശം ഒരു നാശവും ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുന്നു. ഈ കാൽഭാഗത്തിന് മാറ്റങ്ങളുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് മാനിഫെസ്റ്റഡ്, ഇറ്റ് ഈസ് ക്രിയേറ്റഡ്. സ്വർഗവും നരകവും ഭൂമിയും എല്ലാം ഭഗവാൻ സൃഷ്ടിച്ചതാണ്. അതെല്ലാം കൂടി നോക്കുമ്പോൾ കാൽഭാഗമായിട്ടുള്ള ഭഗവാന്റെ പാദോ അസ്യ സർവഭൂതാനി, ഒരു പാദം 1/4. എല്ലാ ഭൂതങ്ങളും പാദോ അസ്യ സർവഭൂതാനി ത്രിപാദസ്യ അമൃതം ദിവി. മറ്റത് ഇമ്മോർട്ടൽ. ത്രിപാദം, 3 quarters is immortal, unchangeable, immutable. One-fourth of his energy is manifest. The other 3/4 is unmanifest. അല്ലേ? ആ മാനിഫെസ്റ്റ് തന്നെ എന്തായിരുന്നു അതിൻ്റെ വ്യാപ്തി? ഈ 1/4 മാനിഫെസ്റ്റ് ചെയ്ത വിശ്വരൂപം എന്തായിരുന്നു? ദൃഷ്ടി. നമ്മളൊക്കെ കേട്ടിട്ടുള്ളൂ, കണ്ടോൻ പറയുന്നുണ്ട് 11-ാം അധ്യായത്തിൽ. അർജുനൻ പറയുന്നുണ്ട്. അത് കണ്ടാളല്ലേ? കണ്ടാളോട്ടിരിക്കട്ടെ, കേട്ടാൾ പറയട്ടെ എന്നാവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തോന്നുക. നമ്മൾ പറയുന്നതല്ല ഞാൻ പറയുന്നത്. നമ്മൾ വിശ്വരൂപത്തിനെ കുറിച്ച് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ധാരാളം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമുക്ക് ഊഹിക്കുകയും ചെയ്യാം വിശ്വരൂപം ഓ ഇതാണല്ലേ എന്ന്. പക്ഷെ ഇതാ കണ്ട ആൾ പറയണു ആ വിശ്വരൂപം എങ്ങനെയാണെന്നുള്ളത്. നേരെ മുമ്പിൽ നിന്നിട്ട് കണ്ട ആളായി പറയണത് 11-ാം അധ്യായത്തിൽ. പശ്യാമി ദേവം തവ ദേവദേഹേ സർവം തഥാ ഭൂതവിശേഷസംഘാൻ ബ്രഹ്മാണ്ഡമീശം കമലാസനസ്ഥ മൃഷിംശ്ച സർവാൻ ഉരകംശ്ച ദിവ്യാൻ. ഹായ്, എന്ത് പറഞ്ഞത്? കാണുന്നു ഞാൻ ദേവഭവാന്റെ മെയ്യിൽ വാനോരെയും ഭൂതഗണങ്ങളെയും. എന്തൊരു രസികൻ തർജ്ജമയത്! വിഷ്ണുസഹസ്രനാമം ഒരു ഭാഗത്ത് മാറ്റി വയ്ക്കും. പശ്യാമി ദേവം തവ ദേവദേഹേ സർവം തഥാ ഭൂതവിശേഷസംഘാൻ. കാണുന്നു ഞാൻ ദേവഭവാന്റെ മെയ്യിൽ വാനോരെയും ഭൂതഗണങ്ങളെയും. ബ്രഹ്മാണ്ഡമീശം കമലാസനസ്ഥ ഋഷിംശ്ച സർവാൻ ഉരകാംശ്ച ദിവ്യൻ. പത്മസ്തനം നാൻമുഖദേവനേയും ബ്രഹ്മാണ്ഡമീശം കമലാസനസ്ഥം. പത്മസ്തനം നാൻമുഖദേവനേയും സമസ്ത ദിവ്യ ഋഷി ഫണീന്ദ്രനെയും. എല്ലാ ദിവ്യ ഋഷിമാരെയും കണ്ടു ഞാൻ. ബ്രഹ്മാണ്ഡമീശം കമലാസനസ്ഥം ഋഷിശ്ച സർവാൻ. എല്ലാ ഋഷിമാരെയും എല്ലാ ഉരുകങ്ങളെയും ദേവലോകവും എല്ലാ നരകലോകവും എല്ലാ ലോകവും കണ്ടു, സർപ്പലോകവും എല്ലാം കണ്ടു എന്ന് പറയുന്നത്. ഇത് കണ്ട ആളാ പറയുന്നത്. And they say all this is what? 1/4. ഒരു പാദം. അപ്പോൾ അതാണ് സ്വർഗത്തെ സ്പർശിക്കുന്നതെന്ന് പറയാൻ കാരണം. കാലങ്ങട് പൊക്കിയപ്പോൾ സ്വർഗം തൊട്ടു എന്നർത്ഥം. ഉന്നത്തിൽ ഏറ്റവും മുകൾത്തട്ടിലിരിക്കുന്നതല്ലേ സ്വർഗം, അത് തൊട്ടു എന്നർത്ഥം. മനസ്സിലായില്ലേ? അതാണ് ദിവാസ്പൃക്. അപ്പോൾ അതിൻ്റെ വിഭൂതിയെക്കുറിച്ച് പറഞ്ഞതാണ് അവിടെ. ഓ, ഏതായാലും ഇപ്പം ഇന്ന് നമുക്ക് ഇവിടെ നിർത്തുക. ദിവാസ്പൃക് എന്ന് വെച്ച് നിർത്താം. നാളെ ബാക്കിയുള്ള നാമങ്ങൾ എന്താ വെച്ചാൽ പറ്റുന്ന നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഭവാനി ഗുരുവായൂരപ്പ രക്ഷിക്കണേ.